ഈ പരിപാടി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് വൈത്തിരി പാർക്ക്, വയനാട്. നമസ്കാരം, സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വൈത്തിരി പാർക്ക് വാക്ക് ആൻഡ് ചാറ്റിലേക്ക് സ്വാഗതം. ചിരിക്കാനും ചിന്തിക്കാനും അതോടൊപ്പം തന്നെ പ്രേക്ഷകരായി നിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രസകരമായ ചോദ്യോത്തര പരിപാടിയുമായി ഞാൻ എത്തുകയാണ്. വാക്ക് ആൻഡ് ചാറ്റിലൂടെ വെറൈറ്റി റോഡ് ഷോ പ്രോഗ്രാമിൽ കോഴിക്കോട് വിഷൻ. ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് വൈത്തിരി പാർക്കിലാണ്, വയനാട് വൈത്തിരി പാർക്ക്. നമ്മൾ ഇപ്പോൾ ഒക്കെ ഈ വയനാട് പ്രകൃതി ചലനങ്ങളൊക്കെ ഉണ്ടായ സമയത്ത്, ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായ സമയത്ത് വയനാട്ടിലേക്ക് ടൂറിസത്തിന് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എന്താ വെച്ചാൽ ടൂറിസം മേഖലയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നത് ടെൻഷനോടെയാണ്. പക്ഷേ നമുക്ക് ഈ ടൂറിസം ഡെവലപ്മെൻറ്റ് എന്തായാലും വൈത്തിരി പാർക്ക്, അതേപോലെ തന്നെ വയനാട്ടിൽ ടൂറിസം നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മുടെ വയനാട് ചുരം കയറി കഴിഞ്ഞാൽ ആദ്യം എത്തുന്നത് വൈത്തിരിയിലാണ്. അവിടെ തന്നെയാണ് ഈ വൈത്തിരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 4 ഏക്കറോളം സ്ഥലം ഈ വൈത്തിരി പാർക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിനുണ്ട്. നമുക്ക് വൈത്തിരി പാർക്കിലേക്ക് ചെന്ന് നോക്കാം. ഇതാണ് വൈത്തിരി പാർക്ക്. ഏകദേശം ഒരു 3-4 ഏക്കറോളം ഈ സ്ഥലമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈത്തിരി പാർക്കിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രത്യേകത പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണ് വൈത്തിരി പാർക്ക്. കാരണം എന്താ വെച്ചാൽ ആ പ്രകൃതിയുടെ ഭംഗി ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അത്രയും രസകരമായിട്ടാണ് വൈത്തിരി പാർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിൽ അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ ഉണ്ട്, ജൈൻറ്റ് വീലുകളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. എൻ്റെ പുറകിലുള്ളത് ഈ ഒരു ചെറിയ ഒരു ജൈൻറ്റ് വീലാണ്. ഫ്രീസ് വീലാണ്. ഒരു ചെറിയൊരു ജൈൻറ്റ് വീലാണ്. എനിക്ക് തോന്നുന്നത് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക്, ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് കുറേ പേര് പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. നമുക്ക് വിശിഷ്ട വ്യക്തികളുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ? എൻ്റെ പേര് മൂസ. മൂസക്ക, എവിടെ താമസം? കോഴിക്കോട്. ഏത് ഭാഗത്ത്? കോഴിക്കോട് നല്ലളം ഭാഗത്ത്. നല്ലളം ഭാഗത്ത്. നിങ്ങൾ എത്ര പേര് വന്നു? 11 പേരുണ്ട്. 11 പേര്. ഒരാൾ ഇവിടെ ഉണ്ട്. എൻ്റെ പേര് ബീരാൻ. എന്തൊക്കെയാ വിശേഷം? സുഖമായിരിക്കുന്നോ? വീരാൻക്ക് പിന്നെ എന്തെങ്കിലും ജോലിയായിരുന്നു ആദ്യം? മിലിറ്ററി ആയിരുന്നു. അതാണ് കണ്ടാൽ മനസ്സിലാവും, ഒരു മിലിറ്ററിക്കാരൻ്റെ ലുക്കൊക്കെ ഉണ്ട് അല്ലേ? കറക്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം NIT ജോയിൻ ചെയ്തു. അപ്പോൾ പെൻഷനായി. 20 കൊല്ലമായി പെൻഷനായിട്ട്. 20 പിന്നെ 24 വർഷം. പട്ടാളത്ത് 10 കൊല്ലം നിന്നിട്ടുള്ളൂ. വോളണ്ടറി റിട്ടയർമെന്റ് ഒക്കെ എടുത്തില്ലേ? വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് അവിടുന്ന് NIT വന്ന് ആദ്യം REC ആയിരുന്നു. REC വന്ന് 2004 മുതൽക്ക് REC NIT ആയി. റിട്ടയർമെന്റ് ലൈഫ് ഒരു സുഖമാണല്ലേ? പരമസുഖം. അതിനുശേഷം പിന്നെ എന്താ NIT-ലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി? അല്ലല്ല, NIT ഞാൻ മെക്കാനിക്കൽ സെക്ഷനിലായിരുന്നു NIT-യിൽ. എൻ്റെ കൂടെ എൻ്റെ പിന്നെ മകൻ്റെ ഭാര്യ, മകൻ്റെ പേരക്കുട്ടികൾ, പിന്നെ ഇത് പിന്നെ മരുമകളെ ഉമ്മയും വാപ്പയും, പിന്നെ മരുമകളെ പിന്നെ ബ്രദറും വൈഫും കുഞ്ചും. എന്തായാലും എനിക്ക് വർത്താനം പറയാൻ വേണ്ടിട്ട് ഒരാളെ കിട്ടി. നന്നായി, ദൈവം തന്ന പോലെ അല്ലേ ഉമ്മ? അതെ, TV കാണാലോ. ഞങ്ങൾ എപ്പോഴാണ് വൈത്തിരി പാർക്കിൽ വന്ന? വൈത്തിരി പാർക്കിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സൗകര്യം. ഞങ്ങൾ ഇന്നലെ വന്ന് അവിടെ പോയി. അത് ഗുഹയല്ലേ, എടക്കൽ ഗുഹ പോയി അതൊക്കെ കറങ്ങി പിന്നെ ഇങ്ങോട്ട് എത്തിയത്. ഇവിടെ വൈത്തിരി പാർക്കിൽ ഇപ്പൊ എത്തിയിട്ട് 1 മണിക്കൂറായി ഉണ്ടാവും. ചിലക്ക് ഓരോ സമയം. ഇല്ല, ഫസ്റ്റ് അത് തുടങ്ങിയിട്ടുള്ളൂ. അതെ. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ഒരു ഉത്തരം പറയുകയാണെങ്കിൽ വൈത്തിരി പാർക്ക് നിങ്ങൾക്ക് ഒരു നല്ല സമ്മാനം തരും. ഓക്കെ കേട്ടോ? ചോദ്യം ഇതാണ്, കുസൃതി ചോദ്യം കേട്ടോ, വെടിവെച്ച് കളയരുത്. അല്ല, അപ്പത്തിന് ചേരും അടക്കി ചേരില്ല. ഇതെന്ത് സാധനം? അപ്പത്തിന് ചേരും അടക്കി ചേരില്ല. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പത്തിന് ചേരും പക്ഷെ അടക്കി ചേരില്ല. അപ്പത്തിന് ചേരും അടക്കി ചേരില്ല. അവിലും തേങ്ങയാണോ എന്നുള്ള ചോദിക്കും. ഇനി ഉമ്മച്ചി പറയും ചിലപ്പോൾ ഒരു പക്ഷേ. ഞാൻ ഇവിടെ ഇരിക്കാം, പറഞ്ഞു നോക്കി. അപ്പത്തിന് അത് ശരി, വീട്ടിൽ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, പൊറാട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അപ്പത്തിന് ചേരും അടക്കി ചേരില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പത്തിന് ചേരും പക്ഷെ അടക്കി ചേരില്ല. തേങ്ങാപ്പാല്. നിങ്ങളെ പേരെന്താ? മെഹവിഷ് അല്ലേ? മെഹവിഷ്. ഫാമിലി എല്ലാവരും ഹസ്ബൻഡ്. ചോദ്യമാണ്, വീട്ടിൽ പാചകം ചെയ്യാറില്ലേ? അതെ.
അപ്പോൾ ചോദ്യം ഇതാണ്, അപ്പത്തിന് ചേരും പക്ഷെ അടക്കി ചേരില്ല. അപ്പത്തിന് ചേരും കുസൃതി ചോദ്യമാണ്, ഞാൻ ആദ്യം പറഞ്ഞു. വളരെ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പത്തിന് ചേരും അടക്കി ചേരില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാൻ ഒന്നും കൂടി പറയാം, എന്നെ നോക്കി പറയണം. അപ്പത്തിന് ചേരും അടക്കി ചേരില്ല. അപ്പത്തിന് ചേരും അടക്ക ചെയ്യല. അറിയില്ലെങ്കിൽ നമ്മൾ പങ്കെടുക്കണ്ടേ. പേരുവാ മുഫാസ്. മുഫാസ്ഖാൻ നമ്മുടെ കോഴിക്കോട് വിഷന്റെ എല്ലാ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ IT നെറ്റ്വർക്കിംഗിലാണ്, ദുബായിലാണ്. ഒന്ന് വരുമോ? ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്യും പ്ലീസ്. ഇവിടെ ഒന്നോ വാ, നമുക്ക് ജോയിൻ ചെയ്യാം. ഇയാളുടെ വരുന്ന പേര് ഫൈസാൻ. ഫൈസാൻ. അവിടെ എങ്ങനെ ജോലിയൊക്കെ ഉഷാറായിട്ട്? ലീവ് ഉണ്ടായിരുന്നു? ലീവിന് വന്നോ? എത്ര ദിവസം ലീവ് ഉണ്ട്? ജസ്റ്റ് ഒരു 15 days. അപ്പോൾ ഇത് മാക്സിമം എൻജോയ് ചെയ്ത് പോകുക അല്ലേ? ഈ നമ്മളെ ഉരുൾപൊട്ടലുകളൊക്കെ നടന്ന സമയത്ത് വയനാട്ടിലേക്ക് നമുക്ക് കോഴിക്കോട് നിന്ന് ആളുകൾക്ക് കയറി വരാനൊരു പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഏത് സമയവും ഉരുൾപൊട്ടാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് മനസ്സിലെപ്പോഴും ഉള്ളത്. പക്ഷേ ടൂറിസം വയനാട് ഈ ഓണ സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷം വയനാട്ടിലേക്ക് ആൾക്കാർ കയറി വരുന്നത് ഭയങ്കര അപൂർവമാണ്. എന്നാലും കുറവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വൈത്തിരി പാർക്ക് അമ്യൂസ്മെന്റ് പാർക്കിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന പുറമേ ഉള്ള ആൾക്കാരാണ് അല്ലേ? എങ്ങനെ കൗതുകമായിട്ട് തോന്നുന്നുണ്ട് വൈത്തിരി പാർക്ക്? കുഴപ്പമില്ല, അവിടെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ഏരിയ ആണ്. കുട്ടികൾക്ക് വേണ്ടി പാർക്ക് ഏരിയ ഒന്നുമില്ല. സന്തോഷമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, അപ്പത്തിന് ചേരും അടക്കി ചേരും. ഗൾഫിലുള്ള കൂട്ടുകാരോടൊക്കെ ഇടയ്ക്ക് വിളിച്ചു ചോദിച്ചു. ഏതായാലും സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇനി ആരെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന നോക്കാം. നമുക്ക് താഴെ കുറേ ഗെയിം ഒക്കെ ഉണ്ട്, അമ്യൂസ്മെന്റ് പാർക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഒന്ന് ജോയിൻ ചെയ്യാം. ആരിഷ്ക ഇവിടെ വന്നിട്ട് സന്തോഷമായി? ഓ ഹാപ്പിയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം, അപ്പത്തിന് ചേരും അടക്കി ചേരും. അപ്പത്തിന് ചേരും അടക്കി ചേരില്ല. ചോദ്യം, ജോലി എന്തായിരുന്നു? ഞാൻ മിംസ് ഹോസ്പിറ്റലാണ് കോഴിക്കോട്. അപ്പോൾ ഇനിയിപ്പോൾ മിംസിലെത്തി കഴിഞ്ഞാൽ വൈത്തിരി പാർക്കിൽ ഞാൻ പോയപ്പോൾ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു ആങ്കർ എന്നോട് വന്നിട്ട് അപ്പത്തിന് ചേരും അടക്കി ചേരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അറിയില്ല. ഓക്കെ അറിയില്ല. ഇനി നമുക്ക് നോക്കാം. പേര് പറഞ്ഞു. ഫൈഹ ഹാരിഷ്. ഫഹ്മിദ. ചെറിയ അവൻ്റെ പേര് പറഞ്ഞു. ഫത്വ ഹാരിഷ്. അപ്പത്തിന് ചേരും അടക്കി ചേരില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ മുഖം നോക്കിയേ, എന്നിട്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആ ഒരു എൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പത്തിന് ചേരും അടക്കി ചേരും. അല്ലല്ല, തൊപ്പി. അല്ല. അടക്കി ചേരും. അപ്പത്തിന് ചേരും അടക്കി ചേരും. അറിയില്ല അല്ലേ? എന്തായാലും ഇവര് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നു, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. പക്ഷേ ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉത്തരമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും, ഇത് തന്നെയായിരുന്നു ഈ ഒരു ഉത്തരമെന്ന്. എന്ത് തന്നെയായാലും വൈത്തിരി പാർക്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഒരിക്കലും നിങ്ങൾ ഈ വൈത്തിരി പാർക്ക് റിസോർട്ട് അല്ലെങ്കിൽ ഈ വൈത്തിരി പാർക്ക് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് താഴത്തേക്ക് ഇറങ്ങി നോക്കാം. ഒരുപാട് ഗെയിമുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ. വൈത്തിരി പാർക്കിൽ വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ പ്രേക്ഷകരെല്ലാവരും ഇതിനകത്ത്, കസ്റ്റമേഴ്സ് എല്ലാവരും ഇതിനകത്ത് കയറി, ആങ്കർ എന്തുകൊണ്ട് കയറിയില്ല എന്ന്? അങ്ങനെ വിചാരിക്കരുതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ ഒരു റൈഡിൽ കയറി അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് മനസ്സിലാവുമല്ലോ. എന്താ ഫെറീസ് വീൽ അല്ലേ? ഫെറീസ് ജെയിൻ വീൽ, അങ്ങനെയല്ലേ? ഫെറീസ് വീൽ എന്നാണ് ഈ വീലിൻ്റെ പേര്. ഒന്ന് കയറി നോക്കട്ടെ. എന്തായാലും സന്തോഷം. നടുക്കിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെ കറങ്ങി തിരിയുന്നുള്ള അറിയില്ല. ഇനി നമ്മൾ മുകളിൽ നിന്ന് കാണാം. ഒന്ന് കറക്കും. നമസ്കാരം. ഞാനിതാ പോണേ. ചെറിങ്ങനെ മതി. സത്യത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ പേടിയാവും കേട്ടോ. ഇത്രയും ഹൈറ്റിലാണ് ഇത് പോകുന്നത്. ഫെറീസ് വീൽ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് പറഞ്ഞേക്കുന്നത്. ഒരു ആവേശത്തിന് കയറിയതാ, പക്ഷെ ഭയങ്കര പ്രശ്നം. നിർത്തിക്കോ എല്ലാമേ, കാത്തിരിച്ചിക്കളേ.
ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പക്ഷേ കുട്ടികൾക്കൊന്നും അധികം ടെൻഷൻ ഇല്ലാതെ പേടിക്കാത്ത ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ കറങ്ങി വരുന്ന സമയത്ത് ഒരു പേടി തോന്നുന്നുണ്ട് മനുഷ്യന്. എന്തായാലും നല്ല കൗതുകമായിട്ടുള്ളൊരു സംഭവം, ഭയങ്കര എൻജോയ് ചെയ്യുന്നു, നല്ല സുഖമുണ്ട്. പിന്നെ ഈ ഇത്രയും ടോപ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈത്തിരിയുടെ കുറേ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. എന്തിനായാലും നല്ല എൻജോയ് ചെയ്യുന്ന ഒരു റൈഡാണിത്. മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. ആദ്യം കയറുന്ന സമയത്ത് കുറച്ചൊക്കെ പേടിയുണ്ടാവും, എന്നാലും ഇവരെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും കേട്ടോ. ഈ ഇവിടുത്തെ സ്റ്റാഫ് ഇവരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. കറങ്ങിയാൽ തന്നെ മനസ്സിലാക്കി ഭയങ്കര സുഖമുണ്ട് കേട്ടോ. ഈ പരിപാടി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് വൈത്തിരി പാർക്ക് വയനാട്. ഓണത്തെ വരവേൽക്കാൻ പുതുപുത്തൻ റൈഡുകളുടെ മഹാവിസ്മയങ്ങൾ മിഴി തുറക്കുന്നു. പുതുപുത്തൻ വാട്ടർ റൈഡുകളുടെ മഹാത്ഭുതങ്ങൾ കാണാം, ആസ്വദിക്കാം. ഈ ഓണക്കാലം പൊടിപൊടിക്കാം. വരൂ വയനാട്ടിലെ വൈത്തിരി പാർക്കിൽ. ഇത് എനിക്ക് തോന്നുന്നത് വൈത്തിരി പാർക്കിൻ്റെ ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു എന്താ പറയുക ഒരു ഗെയിമാണ്, ശരിക്കും പറയുകയാണെങ്കിൽ റൈഡാണ്. പിന്നെ ജെയിൻ്റ് സ്വിംഗ് എന്നാണ് ഇതിന് പേര് അറിയപ്പെടുന്നത്. പേരെന്താ പേര്? ആയിഷ. ആയിഷ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയാണ്? പേടിയാവുന്നുണ്ട്? ഇല്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുറേ സുഹൃത്തുക്കളുണ്ടല്ലോ അല്ലേ? അത് എന്താ പഠിക്കാണ്? അയ്യോ, ജെയിൻ്റ് സ്വിംഗിൽ കയറിയപ്പോൾ പഠിക്കുകയെന്നുള്ളത് മറന്നുപോയി. ആ ഒരു 2 ആട്ടം ആടിയപ്പോഴത്തേ സംഗതി പോയി, ഔട്ട് കംപ്ലീറ്റ്ലി. പഠിക്കാം. ഏത് സ്കൂളിലാണ്? മേരി മാത. മേരി മാത. ഓക്കെ. അപ്പം നല്ല ഹൈറ്റിൽ പോയോ? അത് ഹൈറ്റിൽ പറഞ്ഞോ? ടെൻഷനായോ? ഇങ്ങനെ പേടിയായോ? മറന്നുപോയി, കംപ്ലീറ്റ് മറന്നുപോയി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, കുസൃതി ചോദ്യം. ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരാം. ചോദ്യം ഇതാണ്, പിന്നെ വൈത്തിരി പാർക്കാട്ടോ സമ്മാനം തരുന്നത്. വൈത്തിരി പാർക്ക് നൽകുന്ന സമ്മാനം. ചോദ്യം ഇതാണ്, അപ്പത്തിന് ചേരും അടക്കി ചേരില്ല. അതാണ്. എൻ്റെ മുഖത്ത് നോക്കിയാൽ മതി, മനസ്സിലാവും. അപ്പത്തിന് ചേരും അടക്കി ചേരും. അട, അപ്പം കണ്ടില്ലേ? അപ്പം കഴിക്കണം, അട കഴിക്കണം. അത് രണ്ട്. അപ്പത്തിന് ചേരും അടക്കി ചേരും. അറിയില്ല. ഇതെനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് പോയി എന്നാണ് തോന്നുന്നത്. പിടുത്തം വിട്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടുകാരുണ്ട് ഇവിടെ. പേരെന്താ? അഹമ്മദ് ജിബ്ര. വലിയ പേരാണ്. പേര് പറയാം. റിയാൻ. ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പൊ പേര് പറഞ്ഞേ? മെഹ്റാൻ. റാമി. അഹമ്മദ് ജിബ്ര. എന്റെ ദൈവം തമ്പുരാണ്. പേര് പറഞ്ഞേ? റിയാൻ. അപ്പോൾ വൈത്തിരി പാർക്കിൽ വന്നിട്ട് എന്താണ് നിങ്ങളൊരു എക്സ്പീരിയൻസ്? ഇവിടെ വന്നിട്ടേ ഉള്ളൂ തോന്നുന്നു, കുറച്ച് നേരമായിട്ടുള്ളൂ തോന്നുന്നു. അത് കുറേ നേരമായി? കുറച്ച് രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ടൈം വരെ നമുക്ക് ഇവിടെ അലോട്ടഡ് ആണ് ഈ ഒരു പേയ്മെന്റിൽ? വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റുമോ? വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റും. എന്തൊരു ടെൻഷൻ പോലെ? ഇല്ല സാർ, ടെൻഷനൊന്നുമില്ല. റൈഡ്സിലൊക്കെ കയറിയതിനെക്കൊണ്ടുള്ള ടെൻഷൻ? അതെ. ഏതൊക്കെ റൈഡ്? ഞാൻ കയറിയത് ഇപ്പോൾ ഊനാലില്, പിന്നെ ശരിക്കും മലപ്പുറത്താണ്. ഞാൻ ഇവിടെ കണ്ണൂർ. ഈടാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ശരി, ചോദ്യം ഇതാണ്, സിമ്പിൾ ചോദ്യം. ഉത്തരം വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പത്തിന് ചേരും പക്ഷെ അടക്കി ചേരും. അപ്പത്തിന് ചേരും അടക്കി ചേരും. പറഞ്ഞു. ചുണ്ട്. ഒന്നുകൂടി പറഞ്ഞു. ചുണ്ട്. കേട്ടോ? കറക്റ്റ് ഉത്തരം. അപ്പത്തിന് ചേരും അടക്കി ചേരില്ല, ചുണ്ട് ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഞാൻ ആദ്യം മുതലേ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നുണ്ട്, എൻ്റെ മുഖം നോക്കണം, എന്നാലേ ഉത്തരം കിട്ടുള്ളൂ. അപ്പത്തിന് ചേരും അടക്കി ചേരില്ല, ചുണ്ട്. അപ്പം എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താൽ ഇല്ല, അറിയില്ല. അപ്പം എന്ന് പറയുമ്പോൾ ഈ രണ്ട് ചുണ്ടും തമ്മിൽ ചേരുന്നുണ്ട്. അട എന്ന് പറയുമ്പോൾ ചുണ്ട് ചേരുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ചുണ്ട് എന്ന് വന്നിട്ടുള്ളത്. നിങ്ങളെ കാത്തിരിക്കുന്നത് വൈത്തിരി പാർക്കിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ്. താങ്ക് യു, അടിപൊളി. അപ്പം നിങ്ങൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കേട്ടല്ലോ. ചോദ്യത്തിന് ഉത്തരം ചുണ്ടാണ്. അപ്പത്തിന് ചേരും അടക്കി ചേരില്ല. ഈ ഉത്തരത്തിന് സമ്മാനം, വൈത്തിരി പാർക്കിൻ്റെ സമ്മാനം ഇദ്ദേഹത്തിന് നൽകുന്ന പേര് പറഞ്ഞേ? മെഹ്റാൻ നൽകുന്നത് വൈത്തിരി പാർക്കിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറാണ്, അഭിഷേകാണ്. സാർ ഒരു സമ്മാനം കൊടുക്കൂ. താങ്ക് യു. നല്ല കൈയടി വന്നേ. അടിപൊളി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ആയില്ലേ? കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തു. അല്ല
ഒരു നല്ല ക്ലോക്കാണ് സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, വൈത്തിരി പാർക്ക് അടിപൊളി. അങ്ങനെ ആ ചോദ്യം അവിടെ അവസാനിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ആ ഒരു ചോദ്യത്തിന് മനോഹരമായിട്ടുള്ള ഉത്തരം കിട്ടി. നിങ്ങളെ പ്രേക്ഷകരും ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതായിരുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ. വീണ്ടും നമുക്ക് നമ്മളോടൊപ്പം ഒരു ഫാമിലി ചേരുന്നുണ്ട്. പേര് പറയും. അഷ്കർ. അബ്ദുസ്സലാം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഷൈ ആയിട്ട് അവർ മാറി നിന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു വളരെയേറെ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് അവരെല്ലാവരും കൂടി ജോയിൻ ചെയ്തത്. എന്തായാലും വളരെ സന്തോഷം ഞങ്ങളോടൊപ്പം പരിചയപ്പെടാൻ പറ്റിയതിൽ. പിന്നെ കണ്ണൂരാണോ? കണ്ണൂർ കടന്നപ്പള്ളി. ഇവിടെ ഏത് സമയത്ത് എത്തി? ഇവിടെ ഇന്നലെ വൈകുന്നേരം വന്നു. ഇവിടെ റിലേറ്റീവ്സ് ഉണ്ടോ? ഇല്ല. വയനാട് ഇവിടെ സ്റ്റേ. വയനാട് ഇഷ്ടപ്പെട്ടു. നല്ല കാലാവസ്ഥ. മഴയില്ലായിരുന്നല്ലോ. മഴയില്ല, കഴിഞ്ഞ വർഷം വന്നിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഉരുൾപൊട്ടൽ എന്നുള്ള ആ ഒരു ഭീതി നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറി വരുന്നുള്ളൂ. അപ്പോൾ വയനാട്ടിലേക്ക് എന്തായാലും വരണം. പിന്നെ വയനാട്ടിലെ ആ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ആ ടൂറിസം നമ്മൾ ആസ്വദിക്കണം എന്നുള്ളത് കൊണ്ടല്ലേ അത്രയും ദൂരം വന്നത്. വീണ്ടും വന്നതാണ്. നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും മനസ്സിലാക്കണം, വയനാട് ടൂറിസം ഒരിക്കലും ഒലിച്ചു പോയിട്ടില്ല. ഈ വയനാട് വൈത്തിരി ഇവിടെയാണ് തുടക്കം. വൈത്തിരി പാർക്കിലാണ് നിങ്ങളുടെ റിസോർട്ട്. വയനാട് ഈ വൈത്തിരി പാർക്കിലാണ് നിങ്ങളുടെ ടൂറിസം തുടങ്ങുന്നത്. എന്തിനായാലും സന്തോഷം നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയതിൽ. അപ്പോൾ ഒരു ചെറിയ കുസൃതി ചോദ്യം വളരെ സിമ്പിൾ, ഉത്തരം ഈസി ആയിരിക്കും നിങ്ങൾക്ക്. അച്ഛന് ഇത് ജോലിയാണ്, പക്ഷെ മകന് ഫാഷനാണ്. അച്ഛന് ഇത് ജോലിയാണ്, ഇത് പക്ഷെ മകന് ഇത് ഫാഷനാണ്. എന്തായിരിക്കും ആ ഒരു ഇത്? അച്ഛന് ഇത് ജോലിയാണ്, മകന് ഫാഷനാണ്. എന്തായിരിക്കും ആ ഒരു ഇത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സംഭവമുണ്ട്. അതെ, അച്ഛന് ഇതൊരു ഫാഷനാണ്, അവിടെ ഡാഷാണ് കേട്ടോ. പക്ഷെ അച്ഛന് ഇത് ജോലിയാണ്, പക്ഷെ മകന് ഇത് ഫാഷനാണ്. കറക്കം അല്ല, ഏകദേശം ആണ്, പക്ഷെ അല്ല. കറക്റ്റ് ഉത്തരം ഉണ്ട് അതിന്. അച്ഛന് ഇത് ജോലിയാണ്, പക്ഷെ മകന് അതൊരു ഫാഷനാണ്. വളരെ സന്തോഷം പരിചയപ്പെട്ടില്ല. ഇത്താതെ കോപ്പറേറ്റ് ചെയ്തതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. നമുക്കിങ്ങനെ നോക്കാം ആര് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. വാക്കച്ചാറ്റ് വൈത്തിരി പാർക്ക്. അങ്ങനെ വൈത്തിരി പാർക്കിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയോടുകൂടി ഏറ്റവും മനോഹരമായിട്ട് രസകരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വൈത്തിരി പാർക്കിൻ്റെ ഈ ഒരു ഡിസൈനിങ്. കാരണം പ്രകൃതിയെ ഒരിക്കലും വേദനിപ്പിക്കാതെ പ്രകൃതിയോട് ഇടകിച്ചേർന്നിരിക്കുകയാണ് ഈ വൈത്തിരി പാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് വൈത്തിരി പാർക്ക്. പാർക്കിൻ്റെ പുതിയ റൈഡുകളാണ് എൻ്റെ മുകളിൽ കൂടെ പോകുന്നത്. ടാൻഡം ബൈക്ക്, സ്കൈ റോളർ, സിപ്പ് സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ റൈഡുകളാണ്. രസകരമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് കുറച്ച് വൈകുന്നേരങ്ങളിലായതുകൊണ്ട്, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളായതുകൊണ്ട് ഇന്ന് നല്ല തിരക്കുള്ളൊരു സമയം. പിന്നെ ഇത് വൈത്തിരി പാർക്കിൻ്റെ ഒരു താഴത്തെ ഒരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് റൈഡുകളുണ്ട്. പിന്നെ ഇപ്പുറത്ത് കാണുന്നത് പുതിയ 2-3 റൈഡുകളാണ്. കാരണം വാട്ടർ റൈഡ്സ് ആണ് ഇതൊക്കെ. നമുക്ക് നോക്കാം ആരൊക്കെ ഉണ്ടെന്ന്. നമ്മൾ ഈ താഴെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊരു വിശപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നുന്ന സമയത്ത് വൈത്തിരി പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഗാന്ധിഗ്രാമത്തിൻ്റെ സ്പൈസസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പുറകു വശത്തുണ്ട്. ഇതാണ് റൈഡ്സുകൾ. നമസ്കാരം, പേര് പറയൂ. പേര് പേടിക്കുമോ? യാസർ. നല്ല സുഖം. നമ്മൾ കണ്ണൂർ. ആണോ? അറിയില്ല. ഫാത്തിമ. ഫാമിലി. റുഫാസ്. സമതി. ഇന്റർവ്യൂട്ടുകാരൻ പോയില്ലേ? ഓക്കെ. ഇയാളുടെ പേര് പറഞ്ഞു? ഹിബ. കോഴിക്കോട് വിഷൻ്റെ വാക്കൻചാറ്റ് വൈത്തിരി പാർക്ക് നിങ്ങൾക്ക് സമ്മാനിക്കുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം ഉണ്ടാവും. എന്നോടൊപ്പം ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുകയാണെങ്കിൽ നല്ല സമ്മാനം. ഇത് കേരളം മുഴുവൻ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ചോദ്യം ഇതാണ്. ഈസി ചോദിക്കണം എന്ന് പറഞ്ഞു, ഈസി ചോദിക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്. പിന്നെ അച്ഛന് ഇത് ജോലിയാണ്, പക്ഷെ മകൻ ഇത് ഫാഷനാണ്. എന്തായിരിക്കും ആ ഒരു ഇത്? ഇത് അച്ഛന് ഇതൊരു ജോലിയാണ്, മകന് ഇത് ഫാഷനാണ്.
ഒന്നുകൂടി പറയണോ? ഡൗട്ടാണോ? അച്ഛൻ, അതായത് ഫാദറിന് ഇത്, അതായത് ഡാഡിക്ക് ഇതൊരു ജോലിയാണ്, പക്ഷെ മകന് ഇതൊരു പാഷനാണ്. ആ ഒരു ഇത് എന്താണ്? ഇത് അതെന്താണ്? എന്നാലും സന്തോഷം, പരിചയമായിട്ടല്ലേ. ഇനി ആലോചിക്കാനൊരു സമയം കിട്ടില്ല, ഇനി മുഴുവൻ ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കും. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, മുകളിൽ ഒരു നല്ല ഉത്തരം കിട്ടി. പറയില്ല. പറഞ്ഞുതരാം ഞാൻ എന്തായാലും കുറച്ചിട്ടല്ലേ പോകുള്ളൂ. എനിവേ, ആര് ഈ ചോദ്യത്തിന് ഉത്തരം നൽകി നോക്കാം. വാക്ക് ആൻഡ് സെറ്റ്, കം ഓൺ. നമ്മളെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു ലോക്കർ റൂം സൗകര്യങ്ങൾ, സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്, വാട്ടർ സ്ലൈഡ്, റെയിൻ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ആ റൈഡ് കാണാം. നമ്മളോടൊപ്പം ഒരു ഫാമിലി ചെയ്യുന്നു. സഫൂറ. എസിന്റെ മുകളിൽ തുടങ്ങിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാരത്? കണ്ണട തലയിൽ വെച്ചത്, ദൈവമേ, കണ്ണട തലയിച്ച് വെച്ചൊരു ജീവി. എന്തായാലും സന്തോഷം. എവിടെയാ? പേരാവൂര്. പേരാവൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ. പുറത്താണോ? ഒരു മാസം ഏറെക്കുറെ കുഴപ്പമില്ല, അൽഹംദുലില്ലാ, അടിപൊളി. എനിക്കോ വയനാട് ഉരുൾപൊട്ടൽ എന്നുള്ള പേടി? ഒരു ചോദ്യം ഉത്തരം സമ്മാനം. വൈത്തിരി പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട്. അവിടെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്ത, ഇപ്പോഴാണ് ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. അച്ഛന് ഇത് ജോലിയാണ്, പക്ഷെ മകന് ഇത് ഫാഷനാണ്. എന്താണ് ആ ഒരു ഇത്? ഇതൊന്ന് പൂരിപ്പിച്ചാൽ. അച്ഛന് ഇത് ജോലിയാണ്, മകന് ഇത് ഫാഷനാണ്. ഞാൻ പറയാം. അച്ഛൻ ഇതൊരു ജോലിയാണ്, പക്ഷെ മകൻ ഇതൊരു ഫാഷനാണ്. ആ ഒരു ഇതെന്താണ്? ഞാൻ കാണുന്നുണ്ടെങ്കിൽ മുടിവെട്ട്. ഞാൻ വിചാരിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം പോയി. ദൈവമേ, വൈദ്യുതി പാർക്കിന്റെ സമ്മാനം പോയെന്ന് വിചാരിച്ചു. ഒന്നും കൂടി ആലോചിച്ച് നോക്ക്. കണ്ണൂരിലൊക്കെ ഇഷ്ടം പോലെ സംഭവമുണ്ട്. അതെ, അച്ഛന് കണ്ണൂരിൽ ബേസിക്കലി എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു സംഭവമാണിത്. അച്ഛന് ഇതൊരു ജോലിയാണ്, പക്ഷെ മകന് ഇതാണ് ഒരു ഫാഷൻ. വേണ്ടേ? കൂട്ടായോ? അപ്പം ഇവരാലോചിക്കട്ടെ അല്ലേ? നമുക്ക് ആരും ചോദ്യത്തിന് ഉത്തരം നൽകുന്ന നോക്കാം. അപ്പോൾ വൈത്തിരി പാർക്കിൽ ഈ ഒരു ചോദ്യത്തിന് ആരും ഉത്തരം നൽകിയില്ല. പക്ഷേ വൈത്തിരി പാർക്കിൽ വന്നപ്പോൾ എനിക്ക് ഇവിടെ അർമാന്തിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ശരി, ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. വാക്ക് ആൻഡ് ചാറ്റിൻ്റെ രസകരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത എപ്പിസോഡ് നമ്മൾ വീണ്ടും കാണും ഇതേ സമയം. അതുവരെ നിങ്ങളോട് വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം ദിലീഷ് ദേവസി. ഗുഡ് ബൈ. ഈ പരിപാടി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് വൈത്തിരി പാർക്ക്, വയനാട്. വയനാട്ടിലെ ഈ പാർക്കിൽ എന്താണ് കാര്യമെന്നാണ്? ഇതാണ് വയനാട്ടിലെ ആദ്യത്തെ വലിയ പാർക്ക്. 40-ൽ പരം അഡ്വഞ്ചർ റൈഡുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാം. അതും വെറും 699 രൂപയ്ക്ക്. സാഹസികതയുടെ പുതിയ ലോകം, എത്ര കയറിയാലും മതിവരാത്ത ഏറ്റവും പുതിയ റൈഡുകൾ. ഈ അവധിക്കാലം ആസ്വദിക്കാൻ വരൂ വൈത്തിരി പാർക്കിലേക്ക്. വൈത്തിരി പാർക്ക്, വയനാട്.